കടമകൾ ചുമത്തിയ സ്വർഗപാരമ്പര്യത്തെ ഓർത്തുകൊണ്ട് കാലയവനികയ്ക്കുള്ളിൽ മറന്ന് അനുഗ്രഹീത കലാകാരന്മാരെ സ്മരിച്ചുകൊണ്ട് അടിപതറാതെ മലയാളി അസോസിയേഷൻ ഓഫ് പെർത്തിന്റെ ചുവടുവെപ്പ് ക്ഷമയോട് കാണുക, വിമർശിക്കുക, അനുഗ്രഹിക്കുക. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ലഘു നാടകം കേരള അവാർഡ്. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നവനാ ഇപ്പൊ പെട്ടെന്ന് ഇംഗ്ലീഷ് അത് എന്നോട് സാഹിബിനെ കാണിക്കും കലാതെ നോക്കരുത്. I am very fine doing, thank you. How are you doing? Good. How is things with you? How is the folks? And your family? They are good. Can I hand over the bed number patient to you now? Hang on. Let me get a come on. No man, I have to go and sleep at the home. I said, hang on buddy. Can you read me? തേങ്ങാക്കൊല എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോഴവൻ്റെ ഒരു ജാട. അതിന് പിന്നെ ഒരു കോപ്പ ഏതോ ഓണം കയറാണെങ്കിൽ അറ്റൻഡറായിരുന്ന നാറിയ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വന്നതല്ല. അത് വട്ടപ്പാടിയിലെ 240 ബെഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സർട്ടിഫിക്കറ്റ്. ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ? 7 വർഷം സൗദിയിൽ കിടന്ന എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഈ ഗതി വന്നല്ലോ. What's wrong? What are you saying, honey? നീ ഒരു അമ്മായിയുടെ കല്യാണങ്ങളെ മിണ്ടാതെ കിടക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ 2 ഇഞ്ചക്ഷൻ ചന്തിക്കിട്ടങ്ങ് വെച്ച് തരും. What are you saying? I can't understand you. ആരെയും ഓടെ മെസ്സി എന്താ നിർമ്മിക്കുന്നത്? ഒന്നുമില്ലടാ. അല്ല, അവന്റെ ഒരു ജാട കണ്ടു. അവനോട് ഈ പേഷ്യന്റിന്റെ ഹാൻഡ് ഓവർ എടുക്കാൻ പറഞ്ഞപ്പോൾ അവന് വേഗം പറഞ്ഞൊരു ഓക്കെ. അവനല്ലേ ഇച്ചിരി കളി കൂടുതലാണ്. ഇപ്പൊ തന്നെ ഈ വാർഡിന്റെ വാർഡിച്ചോടെ എന്നോട് മലയാളം പറഞ്ഞു വന്നവനാ. വാർഡിൽ കിടന്നത് എന്റെ അമ്മോ ഇംഗ്ലീഷ്, അതും സ്നേഹത്തെ ഒരു പിടി. എനിക്ക് ചൊന്നു പോണതാ. You guys talking in your language about me? Oh my God, where am I? Am I in Africa? തളെ, ഞാൻ മിണ്ടാതെ എടുക്കാൻ പറഞ്ഞതാ. ഞാൻ മഹാ കേട്ടോ. അവരെ വിട്ടേക്ക് മെസ്സി, അവർക്ക് ഓർമ്മക്കൊന്നു വരുന്നത് ഒന്നും ഇല്ലടാ, തള്ളയുടെ അമ്മ പറഞ്ഞേക്കില്ല. What did I see, honey? This is a fantastic song, Amish. I'm a good singer, is it? Okay, sing, honey. എടോ, തന്നോട് ഞാൻ മിണ്ടാതെ എടുക്കാൻ പറഞ്ഞതാ. Sister, ദേഷ്യപ്പെടാതെ. മറ്റു ഇഷ്ടപ്പെടാതെ. എന്നാ ഓ, ചുമ്മാ ഒന്ന് കാണാൻ. താൻ അടങ്ങി കിടന്നില്ലെങ്കിലുണ്ടല്ലോ ഞാൻ മയക്കുവെടി വയ്ക്കും. അപ്പൊ താൻ തന്നെ ഉറങ്ങിക്കോ. എന്റെ ദൈവമേ, ആർക്കറിയാടാ, ഇവനെയൊക്കെ സഹിക്കണമെന്ന്. അവൻ സീനിയനാകാൻ അപ്ലൈ ചെയ്യുമെന്നാണ് പറഞ്ഞത്. 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒറിജിനൽ നേഴ്സാണ് ഞാൻ. അവനോ ഏതോ സർട്ടിഫിക്കറ്റ് കിട്ടിയവൻ. എന്റെ ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ? അവൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതോ? പിന്നെ അല്ലാതെയാ, മൊത്തം സർട്ടിഫിക്കറ്റ് ആണ്. അവന്റെ പെണ്ണുപിള്ളുണ്ടല്ലോ. ഓ, എന്നാ പറയാനാ, ഒന്നും പറയാതിരിക്കുക വേണം. അവൻ കെട്ടുപോയതാ. ചേച്ചി, how do you know all these things? എന്നാ പറയാനാ മോനെ, ആളുകൾ വന്ന് എന്നോട് ഓരോ സങ്കടങ്ങൾ പറയും. ഞാൻ സത്യസന്ധതയുള്ളതായതുകൊണ്ട് അവരൊക്കെ മനസ്സിൽ കരുതും. എനിക്ക് നുണ പറയുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല. എന്റെ അപ്പനും അമ്മയും ഉണ്ടല്ലോ, അവരെ അങ്ങനെ എന്നെ വളർത്തിയത്. ദൈവമേ,
ഒന്ന് ഓഫാണോ? ഓ കണ്ടില്ല. ഓക്കെ ഓക്കെ ചൂടാവില്ല, ഞാൻ വെറുതെ പുഷ്പമേ. Couldn't find the sweetener. That's why I was late. What's wrong, Mercy? Nothing. Do you want to hand over to the bed number 1? Okay, okay. Are we ready? This patient is very sick. No sleeping all the night. 2 times toileting going on the bed. Too much talking. Too much acting. Too much. Really playing up. Good luck. Hand him over. What are you doing? Do a proper handover, please. വേറെ വീഡിയോ ചത്ത സമയേ 7:30. എനിക്ക് വീട് കൂടുന്നതാ. ഞാൻ പോവാ. I will report this. I need to have permission from here. Sorry, I'm late for work. I'm not feeling well. I will take bed 3 which I had yesterday. ബെഡ് ഇന്നലെ ഡിസ്ചാർജ് ആയതാ. I will wait for admission. I have got bed 1. He got bed 2. No question for you. Would you mind having a phone? Oh my god, I have a big headache. Do you want to go home sick? No, I will get better. സിസ്റ്ററെ കാണാത്തപ്പോൾ ഞാൻ അന്വേഷിച്ചായിരുന്നു. എന്താ കാര്യം? ഒന്നുമില്ല. സിസ്റ്ററിന്റെ അരിശയുള്ള മുഖം കാണുമ്പോൾ തന്നെ എന്റെ പകുതി അസുഖമൊക്കെ മാറും. തന്റെ അസുഖം ശരിയാക്കുന്നുണ്ട്. നോക്കാം. ഓ ഞാനൊരു രസം പറഞ്ഞല്ലേ. Leave the patient. Come and help us, sister. Just a second. ഞാനൊന്ന് മുഖം കഴുകിച്ചു തരാം. എന്തിനാണ് അവരെ നിർബന്ധിക്കുന്നത്? ഒരു പ്രയോജനമില്ല. നീ എന്നാണ് അവൾ പണിയിൽ നൽകുന്നത്? No, man, no. I can't tolerate this behavior. മേഴ്സി പറഞ്ഞ എത്ര ശരി. അവന്റെ ഒരു പ്രൊഫഷണൽസ് അല്ലേ? ഇവിടെ എക്സ്പീരിയൻസ് യാതൊരു വിലയില്ല. ആറാം ഇംഗ്ലീഷ് പറയുക, നേഴ്സ് മാനേജറെ മയക്കെടുക്കുക, അത്ര തന്നെ. ഹലോ, ഞാനടി അച്ചായൻ എവിടെ? ഞാൻ വീട്ടില്ല. എന്ത് തകരാനാണ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഞാനാണ് പോകുന്നത്. ഞാൻ ഇന്നോടെ ഡ്യൂട്ടിക്ക് ലേറ്റായി. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് വല്ല ടോസ്റ്റ് എടുത്ത് കഴിക്കും. ഇവിടെ മരുന്നൊന്നുമില്ലല്ലോ. ഓ, അത് സാരില്ലെന്നേ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാനോട് കൊണ്ടുവരാം. അതിന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവിടെ പോകുന്നുണ്ടോ? ഇല്ലെന്നേ, ഇവിടെ വാർഡിന് എടുക്കാന്നേ. അത് മോശം. ആരെങ്കിലും കണ്ടാലും ആര് കാണാനാ? എല്ലാം നമ്മുടെ പിള്ളേരല്ലേ. ചെറുക്കന് സ്കൂളിലേക്ക് പുതിയ പേന വേണമെന്ന് പറഞ്ഞു. കടയിൽ പോകാൻ നിങ്ങൾക്ക് പഠിക്കാമല്ലോ. ഓ, അത് ഞാൻ കൊണ്ടുവന്നോളാന്ന്. ഇവിടെ ഒരു നല്ല ഉഗ്രൻ ബോൾ ബോയ് പേനയാ. ഓക്കെ, അത് മോശമല്ലേ? ദൈവം തമ്പുരാൻ എടുക്കുന്ന പണിയാണ്. നാട്ടിൽ നിന്ന് പറയുമ്പോൾ മോട്ടിച്ചില്ല. ഓർത്തോണം. ദേ മനുഷ്യ, നിങ്ങൾക്ക് പേനോട് വേണോ വേണയോ? പ്രസംഗിക്കാതെ ഫോൺ വെച്ചിട്ട് പോ. ആ പിന്നെ ദോശയ്ക്ക് മാവ് അരക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ആ ചുവന്ന സാരി വാഷിംഗ് മെഷീൻ എടുത്ത് അതിന്റെ സ്റ്റോൺ വർക്ക് പോകും. പടകായി കണ്ടിപ്പോകെ നാക്കി നോക്കി അനുഭവോടെ ഒത്തിരി കഴിയണമേ. തനിക്ക് എന്തൊരു സുഖം വേണോ? എന്താ ലിസി? Can you help me with my patient? ഭയങ്കര ഒരു തലവേദന. ഞാനൊരു പേനോട് കഴിച്ചിട്ട് ഇപ്പൊ വരാം. നീ പോയിക്കോ. See, what happened now? Did I tell you that these people have lack of profession?
എനിക്കറിയാം. നിനക്കറിയോ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ജോലിക്കായി അറിയും. ജോലി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം, രോഗികളോട് കുറ്റം, മേഖലയിലെ തെറ്റല്ല. ജോലി, പേഴ്സണൽ കോൾസ്, നമ്മുടെ ഭാഷയിൽ സംസാരം, ഇതൊന്നും ശരിയല്ല. ഐ ചേഞ്ച് ബിക്കോസ് ഓഫ് ദാറ്റ്. ഈ വാഴ ഞാൻ ഇവിടുത്തെ പോലെ പെരുമാറും. വാഴമുഖത്ത് ഞാൻ തന്നെ മലയാളം. എന്റെ ജാഥ എന്ന് തെറ്റിദ്ധരിച്ച ധാരാളം. ഇതെന്റെ രീതി, ഇതെന്റെ ശരി. ശരിയാണ് നീ പറഞ്ഞത്. ആ ലിസിയും ബിൽസിയും കൂടി ഒന്ന് ശരിയായിരുന്നെങ്കിൽ വലിയ മനുഷ്യനെ കൊണ്ടുള്ളത് പറയിക്കാം. നമ്മൾ മലയാളികൾ തന്നെയാണ് നമ്മൾ മലയാളികൾ. Code blue, word D3. I repeat, code blue, word D3. മറുനാട്ടിൽ നാം ആയിരിക്കുമ്പോൾ കർമ്മസ്ഥാനങ്ങളിൽ നമ്മുടെ പൈതൃകം, സംസ്കാരം എന്നിവ ഉയർത്തിപ്പിടിക്കാൻ ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ വിധിക്കാം. എല്ലാ കലാസ്നേഹികൾക്കും അനുഗ്രഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. അവസാനം ഒരു വാക്ക്. നാടും വീടും കുടുംബവും മറന്ന് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രയത്നം ചെയ്യുന്ന ലക്ഷക്കണക്കിന് നഴ്സിംഗ് പ്രൊഫഷണൽസിന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ. നിങ്ങൾ സ്വപ്നം കാണുന്ന നല്ല നാളുകൾ നിങ്ങൾക്ക് സ്വന്തമാകട്ടെ. നന്ദി, നമസ്കാരം.